ആദ്യം ചട്ടി അടുപ്പിച്ച് ചൂടാക്കി പറ. ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഇട്ട് ചൂടാക്കി. ഇപ്പുറത്തൊരു ചട്ടിയിൽ വെച്ച് പനീർ ചൂടാക്കാൻ വെച്ച്. ബാക്കി പറ. ബട്ടറിട്ട് അതിൽ പനീറിട്ട്. ഈ ചട്ടിയിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തു. അത് വഴണ്ട് വരട്ട്. ഇതെന്തൊരു പള്ളി വെച്ച കപ്പി തരാം. വഴണ്ട് വരട്ടെ. ഇതെൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യലാണേ, എല്ലാവരും കണ്ടുപഠിച്ചോ. അത് ചൂടാവാൻ വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് നാത്തു ഇങ്ങനെ നിരക്കി വെച്ച് കൊടുക്കും. എങ്ങനെയുടെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പിടിച്ച് തിരിച്ച് വെച്ച് കൊടുക്കും. ഈ കറിയുടെ പേരാണ് പനീർ ചപ്പട്ട. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് പനീർ ചപ്പട്ട. ഓർമ്മിച്ച് വെച്ചോളണേ. കണ്ടല്ല, എൻ്റെ നാത്തൂന് സ്വന്തമായിട്ട് ഉണ്ടാക്കണേ, എവിടെ നോക്കിയും കണ്ടൊന്നും ചെയ്യണതല്ലേ. കണ്ട അതുപോലെ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചാൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. ഈ ഇതിൻ്റെ പേര് പറഞ്ഞു. പനീറിൻ്റെ കൂടെ ഒരു പാനിൽ വെച്ച് സവാളയും കൂടെ ഒരു സൈഡിലോട്ടിട്ട് ഒന്ന് നിരത്തി വെക്കണം. എടുക്കണം. അതിൽ തന്നെ ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കണം. 2 പാത്രം വേണം ഡിയർ. അല്ല, ഒരു കറി ഉണ്ടാക്കാൻ 2 പാനും വേണം. 2 പാനിൽ സാധനങ്ങളും വേണം. പനീർ മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡിൽ കൂടെ ഇത് ഒന്ന് നല്ല ഇളക്കി കൊടുക്കണം. കരിയാതെ നോക്കണമല്ലോ. പണ്ട് കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് 4 കൈയാണ് 4 കൈയാണെന്ന്. ഇപ്പം ഞാൻ കണ്ട എൻ്റെ നാത്തൂന് 4 കൈയാണ്. ചെറിയ ഇതിലേക്ക് 2 തക്കാളി, 2 ചെറിയ തക്കാളി അരച്ചത് പേസ്റ്റ്, തക്കാളി പേസ്റ്റ്. ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇവിടെ എല്ലാം കൂടെ ഓരോ മൂലയിലായിട്ട് ഇട്ടുന്നതിനെല്ലാം കൂടെ നാത്തൂൻ ഇളക്കി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഉപ്പ് നേരത്തെ സവാള ഇട്ടിട്ട് ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ പിടിക്കാൻ പറ്റി. ശകലം കുരുമുളക് പൊടി, ഗരം മസാല പൊടി. ഇനി അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൽ മിക്സിലേക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇരുട്ട് 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അതൊഴിച്ച് കൊടുക്കണം. അതൊഴിച്ച് നന്നായിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ കൂടി കിടക്കായിരുന്നാ മറ്റോ. അപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മസാലയൊക്കെ ഒരല്പം ഗ്രേവി ആക്കാൻ വേണ്ടി തൈര് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നാത്തും തൈര് ഫ്രിഡ്ജിൽ തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തൈരിട്ട് കൊടുക്കണം. ഇത്രയും മതിയാ, ആവശ്യത്തിന് തൈര്. അപ്പോൾ അത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. എനിക്കും ഇതൊക്കെ കണ്ട് പഠിച്ചിട്ട് വേണം എനിക്കും പോയി ഇതുപോലെ പരീക്ഷണം നടത്താൻ. ഇതിലേക്ക് യോജിപ്പിച്ചതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പനീർ കൂട്ട് ചേർക്കണം. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. റെഡി ആയില്ല. അപ്പം നമ്മുടെ പനീർ ചപ്പട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ് കുറഞ്ഞു പോയി, ടേസ്റ്റ് ചെയ്തെങ്കിൽ ഉപ്പ് കുറഞ്ഞു അല്പം. ഇനി ഇതിലേക്ക് അല്പം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് കസ്തൂരി മേത്തി. എന്താ മേത്തൻ്റെ ഭാര്യ മേത്തി. കൂട്ടുകാരെ, ഉലുവേര ഇലയാണ് ഈ കസ്തൂരി മേത്തി എന്ന് പറയണത്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എനിക്കറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നാത്തും പറഞ്ഞപ്പോഴാണ് അറിയണത്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ട് കൊടുക്കണം.
ഇടൂ. മല്ലിയിലയും കൂടെ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നു അതിട്ട് കൊടുത്തു. മല്ലിയില എത്ര മതിയാ? അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. പനീർ ചപ്പട്ട റെഡി. ചപ്പട്ട പനീർ ചപ്പട്ട റെഡി. അസൂറാസ് സ്പെഷ്യൽ റെഡി.